വൈപ്പിൻ എടവനക്കാട് തീരദേശവാസികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ രാപ്പകൽ സമരം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പദ്ധതി രൂപീകരിക്കണമെന്നും കേന്ദ്ര ഇടപെടൽ അത്യാവശ്യമെന്നും ജനങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുമെന്നും ജില്ലാ സെക്രട്ടറി CN മോഹനൻ. തീരദേശവാസികളെ സംരക്ഷിക്കുക, കടലാക്രമണ മേഖലകളിൽ ടെട്രോപോഡ് സ്ഥാപിക്കുക, ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ എടവനക്കാട് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. തീരദേശ സംരക്ഷണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്നും സ്ഥലം MP അതിനുവേണ്ട ഇടപെടലുകൾ നടത്തണമെന്നും രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. ദുരന്ത നിവാരണത്തിനാവശ്യമായി കേന്ദ്രത്തിന്റെ ഗവൺമെന്റിന്റെ കൈവശമുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംഭരിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ, ആ രൂപ കേരളത്തിന്റെ തീരദേശം സംരക്ഷിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെച്ചില്ലാത്ത പക്ഷം ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് സാധാരണക്കാരായ ആൾക്കാർ, ജീവിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാർ, അവരെല്ലാവർക്കും ഒരു നിമിഷം പോലും അവിടെ താമസിക്കാൻ പറ്റാത്ത വരും. വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നും ഈ ആവശ്യം അറിയിക്കാൻ ഫിഷറീസ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിൽ കാണുമെന്നും CN മോഹനൻ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ സമരം അവസാനിക്കും. കക്ഷി രാഷ്ട്രീയം വിട്ട് എല്ലാവരും ഒരുപോലെ എടവനക്കാടിനായി സമരത്തിൽ പങ്കെടുക്കണമെന്നും CN മോഹനൻ പറഞ്ഞു. കടൽക്ഷോഭത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ നേരത്തെ ഹർത്താൽ നടത്തിയിരുന്നു. കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പ്രതിഷേധം സമരങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നത്. നഗരമേഖലയിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.